പാകിസ്ഥാനെക്കുറിച്ച് ഇന്ത്യക്ക് വലിയ മുൻവിധിയൊന്നും വേണ്ട. പാകിസ്ഥാൻ പൊട്ടന്മാരാണ് എന്ന് ആരും കരുതുകയും വേണ്ട. ഇന്ത്യയെ ലാക്കാക്കി ഇപ്പോൾ ഭീകരരെ വിടുന്നത് നിസ്സാരമായി ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്ന് വിലയിരുത്തലുകൾ. ഇത്തവണ കരുതിക്കൂട്ടി തന്നെയാണ് പാകിസ്ഥാന്റെ ഓരോ നീക്കവും. ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും മുൻ സൈനികരായിരിക്കാം എന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ കണ്ടെത്തൽ. ആക്രമികൾ അവർ സാധാരണ ഭീകരവാദികളായി നമുക്ക് തള്ളിക്കളയാനാകില്ല. അവർക്ക് നല്ല പരിശീലനം ലഭിച്ചവരാണ്, നന്നായി പരിശീലനം നേടിയവരും പ്രൊഫഷണലുകളുമാണ് എന്ന് മുൻ ജമ്മു കാശ്മീർ പോലീസ് മേധാവി SP വൈദ് പറയുന്നു. ജമ്മു കാശ്മീരിലെ സമാധാനം തകർക്കുക, അത് മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ലക്ഷ്യം. അതവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളൊക്കെ നോക്കൂ. അതെല്ലാം സൂചിപ്പിക്കുന്നത് മികച്ച പരിശീലനം ലഭിച്ച അക്രമികൾ ഇന്ത്യയിലേക്ക് കടക്കുന്നു എന്നാണ്. ഈ ഭീകരവാദികൾ പതിയിരുന്ന് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നു, പെട്ടെന്ന് വനമേഖലയിലേക്ക് അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സാധാരണ ഭീകരവാദികളല്ല എന്ന് അവരുടെ കാൽപ്പാടുകൾ വ്യക്തമാക്കി തരുന്നു. ഉയർന്ന പ്രൊഫഷണലുകളാണ്, മികച്ച പരിശീലനം നേടിയവരാണ്. അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ ഖൈബർ പക്തുങ്ക മേഖലയിൽ നിന്നുള്ള ഇവരെ ജമ്മു കാശ്മീരിലെ സമാധാനം തകർക്കാൻ പാകിസ്ഥാനിൽ നിന്നും തള്ളിവിട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. അവർ അഫ്ഗാൻ മുൻ സൈനികരാണ്. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടത്തി ആ മേഖലയിലെ സമാധാനം തകർക്കാനായാണ് അവരെ അയക്കുന്നത്. താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയതോടെ അവർ സ്വതന്ത്രരായി. ഇതോടെ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അവരെ ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചുവിടുകയാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന് 2 വർഷമെടുത്തു അഫ്ഗാൻ മുൻ സൈനികരെ ഇന്ത്യക്ക് നേരെ തിരിച്ചുവിടാൻ. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ നടത്തുകയാണ്. അമേരിക്കൻ നിർമ്മിത M4 റൈഫിളുകളും ചൈനീസ് കവചങ്ങളെ തുളയ്ക്കുന്ന വെടിയുണ്ടകളുമാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് SP വൈദ് പറയുന്നു. അതിർത്തിയിൽ നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ ഭീകരവാദികളാണ് ജമ്മു കാശ്മീർ മേഖലയിൽ നടന്ന എല്ലാ ആക്രമണങ്ങൾക്കും കാരണമെന്ന് മുൻ നോർത്തേൺ കമാൻഡ് ആൻഡ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ദീപേന്ദ്ര സിംഗ് ഹൂഡ പറയുന്നു. ഭീകരാക്രമണങ്ങൾ നടത്താൻ അവർ സർവ്വസജ്ജരാണ്. അവർക്ക് നല്ല പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകമായി ജമ്മു കാശ്മീർ മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഭീകരവാദികളുടെ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ട്. അവർ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നു, പെട്ടെന്ന് വനത്തുള്ളിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ പുതിയ തന്ത്രങ്ങളെ നേരിടാൻ നമ്മുടെ സുരക്ഷാ സേനയും ഒട്ടേറെ തയ്യാറാകേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ച ആയതുമായ ഒരു സംസ്ഥാനമാണ് കാശ്മീർ. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നടപടികളുടെ ഫലമായി കാശ്മീരിലെ ജനജീവിതം ഇപ്പോൾ ഏറെക്കുറെ സാധാരണ നിലയിൽ തന്നെയാണ്. ഭീകരർ വിളയാടിയിരുന്ന ആനന്ദ്, ബാരാമുള്ള ഇവിടെയൊക്കെ വർദ്ധിച്ച ആവേശത്തോടെയാണ് കാശ്മീരികൾ വോട്ട് ചെയ്യാനെത്തിയത് നമ്മൾ കണ്ടത്. ഭീകരതയുടെ പിടിയിൽ നിന്ന് ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീർ പൂർണ്ണമായും വിമോചിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷ എല്ലാവരും പങ്കുവച്ചു തുടങ്ങിയ സമയത്താണ് റിയാസിയിൽ തീർത്ഥാടകർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ജമ്മുവിലെ റിയാസിയിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള 9 തീർത്ഥാടകരാണ് അവരുടെ ജീവൻ നഷ്ടമായത്. തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വോട്ടും എണ്ണി പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന ദിവസം ടെററിസ്റ്റ് അറ്റാക്ക് നടന്നതുകൊണ്ട് കബഡ ലിബറൽസിന് രാജ്യത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള കനകാവസരം നഷ്ടപ്പെടുകയായിരുന്നു. 2019 ഫെബ്രുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തിന്റെ വാർത്തകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാം. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ 2500 CRPF ജവാന്മാരുടെ വാഹന വ്യൂഹത്തിനു നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ ഇടിച്ചു കയറ്റി. 40 ധീര ജവാന്മാർ കൊല്ലപ്പെട്ടു. 22 വയസ്സുകാരനായിരുന്ന ആദിൽ അഹമ്മദ് ദർ എന്ന ജെയ്ഷെ മുഹമ്മദ് ചാവേറാണ് പുൽവാമയിൽ പൊട്ടിത്തെറിച്ചത്. കാശ്മീരിലെ കാക്കപ്പോറ എന്ന സ്ഥലത്ത് മാതാപിതാക്കളൊത്ത് താമസിച്ചിരുന്ന ആദിൽ അഹമ്മദ് 2018 വീട് വിട്ടിറങ്ങി കൊടും ഭീകരൻ മസൂദ് അസർ നയിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൽ ചേരുകയായിരുന്നു. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് ആദിലിന് ചാവേർ പരിശീലനം നൽകുന്ന വീഡിയോയും പുറത്തുവിട്ടിരുന്നു. പുൽവാമ ആക്രമണത്തിന്റെ പ്രതികാരമായി ബാലാക്കോട്ടിലെ ടെററിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ വ്യോമാക്രമണം നടത്തി. 40 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായ ഭീകരാക്രമണം. അതിനെതിരെ രാജ്യത്തിന്റെ മനസാക്ഷി രോഷത്തിൽ ജ്വലിച്ചപ്പോൾ പുൽവാമ ആക്രമണം ഇന്ത്യ സ്വയം ആസൂത്രണം ചെയ്തതാണെന്നാണ് ഇവിടുത്തെ സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ പ്രചരണം നടത്തിയത്. ഭീകരതയെ പിന്തുണയ്ക്കുന്നു, സഹായിക്കുന്നു, അങ്ങനെ ചെയ്യുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ആഞ്ഞടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ ചിലർ സ്വന്തം ജവാന്മാരെ കൊലപ്പെടുത്തിയത് ഭാരതം തന്നെയാണ് എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. ക്രൂരവും നികൃഷ്ടവുമായ ചിന്തയാൽ മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചവരിൽ നല്ലൊരു ശതമാനം കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നതാണ് നമ്മളെ ലജ്ജിപ്പിക്കുന്നത്. ചാവേർ ആദിൽ മുഹമ്മദ് കാറിൽ നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കളിൽ 80 കിലോ RDXും ഉണ്ടായിരുന്നു. അതിന്റെ സോഴ്സ് ഇന്ത്യൻ സൈന്യം എന്നാണ് ചിലർ ആരോപിച്ചത്. അതായത് 2019 ഇലക്ഷൻ വിജയിക്കാനായി മോദി സർക്കാർ ജെയ്ഷെ മുഹമ്മദ് ചാവേറിന് RDX കൊടുത്തുവിട്ടു എന്ന തരത്തിലായിരുന്നു വിദ്വേഷ പ്രചരണം. എയർ ഇന്ത്യ വിമാനം റാഞ്ചി താലിബാന്റെ സ്വന്തം കാണ്ഡഹാറിൽ ഇറക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് ചെയ്തിട്ടുള്ള, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം ബോംബ് സ്ഫോടനവും ഭീകരാക്രമണവും നടത്തിയിട്ടുള്ള ആഗോള ടെറർ നെറ്റ്വർക്കിന്റെ ഭാഗമായുള്ള ജെയ്ഷെ മുഹമ്മദ് RDX ഒന്നും സംഘടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു നിഷ്കളങ്ക കുഞ്ഞുങ്ങളാണ് എന്നാണ് ഇവിടുത്തെ അവരുടെ ഇന്ത്യൻ ആരാധകരുടെ കണക്കുകൂട്ടൽ.
ഭിന്ദ്രൻവാലയുടെ പുനരവതാരം എന്ന് പറഞ്ഞ് AK-47 ചുഴറ്റി നടന്നിരുന്ന ഖാലിസ്ഥാൻവാദി അമൃതപാൽ സിംഗ് ഇന്ദിരാഗാന്ധിയുടെ ഘാതകനായ ബിയാൻ സിംഗിന്റെ മകനും പഞ്ചാബിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ ജീവനെടുത്ത ബെൽറ്റ് ബോംബിനുള്ള ബാറ്ററി സംഘടിപ്പിച്ചു കൊടുത്തതിന് സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പേരറിവാളനെ തമിഴ് സ്റ്റാലിൻ ഹീറോ പരിവേഷത്തിൽ കൊണ്ടു നടക്കുന്നു. അകത്ത് നിന്ന് തന്നെയാണ് രാജ്യം വെല്ലുവിളി നേരിടുന്നത്. വളരെ ശ്രദ്ധയോടും ഗൗരവത്തോടും കൈകാര്യം ചെയ്തില്ല എങ്കിൽ പഞ്ചാബും കാശ്മീരും വീണ്ടും അസമാധാനത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും പാതയിലേക്ക് തിരിച്ചുപോയേക്കാം. മോദിയല്ല, രാഹുലല്ല, ആര് ഭരിച്ചാലും നമ്മുടെ രാജ്യം ചിഹ്ന ഭിന്നമാകാൻ പാടില്ല എന്നത് തന്നെയാണ് ഓരോ പൗരനും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.